വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കാം. ബ്ലാക്ക് കളർ ജോർജറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു മോഡലിൽ ഇത്രയും റിച്ച് അല്ലാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കാവേ. അപ്പോൾ 3.5 നെക്കിൻ്റെ വിത്ത് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു പേപ്പറിൽ ഞാൻ ഓൾറെഡി നെക്ക് റഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നെക്കിൻ്റെ ഇറക്കം കൊടുത്തേക്കുന്ന 5.5 കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തേ. ഇനിയും ആ മാർക്കിങ് തുടങ്ങിയിടത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് വിട്ടു കൊടുക്കാവേ. ഷോൾഡറിന് എടുത്തേക്കുന്നത് 2.75 അവിടുത്തെ വീതി എടുത്തേക്കുന്നത്. നെക്കിൻ്റെ അവിടുന്ന് 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 8 ഇഞ്ചിലാണ് നീളത്തിലൊരു ലൈൻ വരച്ചേക്കുന്നത്. 1.5 ഇഞ്ചിലാണ് ഗ്യാപ്പ് കൊടുക്കുന്നത് ഓരോ ലൈനിനും. അപ്പോൾ അവിടുന്ന് താഴോട്ട് വരച്ചു. പിന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ അടുത്ത ലൈൻ ക്രോസ് ആവാതിരിക്കാൻ താഴെയും മുകളിലും മെഷർമെൻ്റ് എടുത്തിട്ട് മാത്രം ലൈൻ വരയ്ക്കണം. നമ്മളിവിടെ ടോട്ടലി 10 ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം ബഡ്ജറ്റും ആവാതെ എന്നാൽ തന്നെ നല്ല റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ഹാൻഡ് വർക്കാണ്. നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഹാൻഡ് വർക്കാൽ നിറഞ്ഞു നിൽക്കും. എന്നാൽ അധികം ബഡ്ജറ്റും ആവാത്തൊരു ഹാൻഡ് വർക്കാണ്. അങ്ങനെ ഈ സൈഡും അതേപോലെ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാമേ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആൻറ്റിക്കിൻ്റെ ബീഡാണ് കേട്ടോ. അതേപോലെ 2mm ആൻറ്റിക്കിൻ്റെ ബീഡ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെയും ഇവിടെയായിട്ട് ജസ്റ്റ് 3-4 കുത്തിട്ട് കൊടുക്കാം. 3-4 അവിടെയാണ് ഈ കുത്തിട്ട ഭാഗത്താണ് നമ്മൾ ആ 2mm ബീഡ് വെച്ചിട്ട് റൗണ്ടിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ മോഡൽ ചെയ്തെടുക്കുന്നത്. അല്ലാത്ത ഭാഗത്തെല്ലാം നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുവാണേ. ഇതേപോലെ ഇനി ആ 2mm ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ചെയ്തെടുക്കുവാണ്. നെക്ക് വരച്ചേന്ന് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അവസാനം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മുത്തിൽ കയറി സ്റ്റിച്ച് ഉടക്കാതിരിക്കാനാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും.
നമ്മുടെ ഹാൻഡ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനിയും സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. അധികം ബഡ്ജറ്റ് ആവാതെ എന്നാൽ നല്ല റിച്ച് ലുക്ക് തരുന്നൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും ഇതേപോലെ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.